പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിന്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാടുന്ന ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ, എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതമാകട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം തുടങ്ങിയ കാലത്തിലെ 1987 അന്നൊക്കെ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിൻ്റെ ചീട്ട് പോലെ അന്നൊരു ചീട്ടുണ്ടായിരുന്നു. അതിന്മേൽ ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനം ഇതാണ്. എന്താണ്? യെശയ്യാ 50:4. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ ആൾക്കാർക്ക് നമ്മൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും. അപ്പോൾ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത്. ഇപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? എങ്ങനെ ആശ്വസിപ്പിക്കണത്? മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതാണ് വിഷയം. അല്ല, ആശ്വാസം ഇങ്ങനെ അരക്കൽ തൂക്കി തരികയല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു തരികയല്ല കുടിക്കാൻ വേണ്ടി. എന്നിൽ നിന്ന് പഠിക്കുവേൻ. കർത്താവ് വചനത്തെ മാംസമായ ആളാണ്. ആ വചനം മാംസമായ ആള് ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട്. അതാണ് നമുക്ക് ആശ്വാസം തരേണ്ടതെന്നാണ് പറഞ്ഞത്. ആ വചനാധിഷ്ഠിതമായ നിലപാട്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയണം. അപ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കണതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ശാന്തശീലനാണെന്ന്. ഇപ്പം വ്യഗ്രത, ഇപ്പം ഈശോയുടെ വാക്ക് പറഞ്ഞില്ലേ, ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. മത്തായി 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലരാണെങ്കിൽ അവർ ബ്ലെസ്സഡ് ആണ് എന്നാ പറയണേ. അവർ ഭൂമി അവകാശമാക്കും. അപ്പൊ ഇതിന്റെ ഒരു ഷാഡോ വേർഡുണ്ടേ. ശാന്തശീലർ ബ്ലെസ്സഡ് ആണ്. അപ്പൊ കർത്താവ് വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോൾ, അവർ അനുഗ്രഹമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ശപിക്കപ്പെട്ടവരെ എന്ന് പറയും. അതെന്താണ്? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് പറയും. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക പറയുന്നതും കർത്താവാണ്. ശപിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയുന്നതും കർത്താവാണ്. അപ്പം അടുത്ത് പറയണത് എന്താണ്? ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും. എന്താ കാര്യം? ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്താ ഭൂമി എന്ന് വെച്ചാൽ ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവശമാക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും. അതെന്താ കാരണം? ഇപ്പോൾ OET പരീക്ഷ എഴുതിയ ആൾക്കാർ അവർ റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത കൊണ്ട്, അല്ലേ, പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത, എന്തുമാത്രം ആൾക്കാരോട് കോമ്പറ്റീറ്റ് ചെയ്താണ് അവർ പഠിക്കണത്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ അതിൻ്റെ IELTSനൊക്കെ സ്കോർ
ഇംഗ്ലണ്ട് സ്കോർ, അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോർ വെച്ച് പഠിക്കുക. പക്ഷേ ഇപ്പോൾ ഈ IITs OET ഒക്കെ ചിലത് വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുക. ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാരെടുക്കാൻ തുടങ്ങണം. അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു 3 മാസം മുമ്പ് തന്നെ IITsഉം ഈ രാജ്യത്തിൻ്റെ വാതിലിനെ അടക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാവില്ല. അപ്പം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക്. അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? തന്നില്ലെന്ന് പറഞ്ഞ് വ്യഗ്രതരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവദൃശ്യത്തിൽ പെരുമാറും. അതാണ് ഈശോ പറഞ്ഞത്, ശാന്തശീലർ അനുഗ്രഹരാകുന്നു. അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിരത്തും കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത്. പഠിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. 33 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അല്ല 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത്. ആ 30 കൊല്ലം എന്ന് പറയണത് അമ്മയുടെ ശാന്തശീലത ആണ്. ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് 30ാമത്തെ വയസ്സിലാണ് യേശു സ്വയം പ്രകാശിതനാകണത്. അതും അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, നീ 30 കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ ദൗത്യം കാണാൻ, അതുകൊണ്ട് താക്കോല് നിൻ്റെ കയ്യിരിക്കട്ടെ, നീ തന്നെ അവൻ്റെ ദിവ്യപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദിവ്യപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിൻ്റെ താക്കോലാകുന്നത് അങ്ങനെയാണ്. ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 1 വർഷമായി എൻ്റെ മോൻ്റെ വിവാഹം നടന്നു. പിന്നെ കൂടാതെ എൻ്റെ ആങ്ങളുടെ മോന് MBBSന് സീറ്റ് കിട്ടാൻ വേണ്ടി വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. MBBSന് പഠിക്കാൻ സീറ്റ് കിട്ടിയതിൽ അമ്മയെ ശ്രീകുമാരനും നന്ദി, ഈശോയ്ക്കും നന്ദി. എൻ്റെ കയ്യിൻ്റെ മുകളിൽ ലിഗ്മെൻറ്റിന് നീർക്കെട്ടായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർമാരെ കാണിച്ചിട്ട് എനിക്ക് കുറവുണ്ടായില്ല. ഇവിടുത്തെ വെഞ്ചരിച്ച് തൈലും ഉപ്പൊക്കെ തേച്ചു. ഞാൻ ഓരോ അനുഗ്രഹം കിട്ടുമ്പോഴും സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കുമോ എനിക്ക് മാറാത്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിത് മാറി തന്നാൽ ഞാൻ ഉടനെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൻ്റെ മുകളിൽ നീർക്കെട്ടൊക്കെ മാറി, ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എൻ്റെ വയറിലും കാലിലൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. വെഞ്ചരിച്ച് തൈലും ഉപ്പൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്കതെല്ലാം എന്നെ ഉപദ്രവിക്കാത്ത രീതിയിൽ എന്നെ അത് നോക്കണു. എനിക്കിപ്പോൾ ഒരു ശല്യമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ പണി കഴിക്കാനും അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ മകന് വീട്ടിലിരുന്ന് ഓൺലൈനിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ തന്നു. ഒരു ജോലി ചെറിയ വരുമാനത്തിൽ നടത്തുമായിരുന്നു. അപ്പം എൻ്റെ മോന് അത്യാവശ്യം ആദ്യത്തേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ ഒരു ജോലി ചെയ്യാൻ കൃപാസന മാതാവ് എൻ്റെ മോന് അനുഗ്രഹം തന്നു. ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും തിരുകുമാരനും അമ്മയ്ക്കും ഒരുപാട് നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് മിനി. ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചത്. എനിക്ക് 2015 ഉടമ്പടി പത്രം, ഇവിടുത്തെ പത്രം ചങ്ങനാശ്ശേരിയിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ്. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പം ഞാനിത് എവിടെയാണ് ഈ സ്ഥലമെന്ന് നോക്കി. എനിക്ക് സ്ഥലമൊന്നും പിടികിട്ടിയില്ലെങ്കിലും ആലപ്പുഴ ചെന്നാൽ അവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എന്ന് കണ്ടപ്പോൾ ഉടമ്പടി എന്തായിരിക്കും, അത് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ പോകുന്നില്ല. അതിനുശേഷം 2019
ഞാൻ ഫേസ്ബുക്കിലൊക്കെ കയറുമ്പോൾ മിക്കവാറും ഇങ്ങനെ എനിക്ക് വരുന്നത്, ഞാൻ ഫേസ്ബുക്ക് തുറന്നാൽ എനിക്ക് വരുന്നത് മുഴുവൻ കൃപാസനത്തിൻ്റെ ഇതാണ് കിട്ടുന്നത് മുഴുവനും. പക്ഷേ ഞാൻ അതെല്ലാം അന്നേരം തള്ളി വിട്ടതല്ലാതെ എന്താണെന്ന് കേൾക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് എനിക്കൊരു ദിവസം കണ്ണിന് പ്രഷർ കൂടി, കണ്ണിൻ്റെ കാഴ്ച മങ്ങി, ഒരു മഞ്ഞിനകത്ത് നിൽക്കുന്ന പോലെ, പുകമറ പോലെയാണ് എനിക്ക് എല്ലാം കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ കാണാമെങ്കിലും ദൂരേക്ക് നോക്കിയാൽ മഞ്ഞിനകത്ത് നിൽക്കുന്നത് പോലെ ആയിരുന്നു. ഞാൻ ഉടനെ പ്രാർത്ഥിച്ചു, എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വരണമെന്ന് തോന്നി. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൃപാസനത്തിൽ വന്നു. അമ്മയെ പ്രത്യക്ഷപ്പെട്ട വിവരമൊന്നും അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിവരങ്ങളൊക്കെ അറിയുന്നത്. ഉടമ്പടി എടുക്കുവാൻ വേണ്ടി അന്ന് എൻ്റെ സഹോദരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളുടെ സഹായത്തോടു കൂടി ഞാൻ ഉടമ്പടി പത്രമൊക്കെ പൂരിപ്പിച്ചു. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് പത്രം കിട്ടി. അത് പൂരിപ്പിച്ച് കൊടുക്കാൻ തന്നെ 4 മണിയോളമായി രാവിലെ വന്നിട്ട്. അതുപോലെ 1500 മേളിൽ ആളുകൾ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലേണ്ട സമയമായപ്പോൾ എനിക്ക് പ്രാർത്ഥന ബുക്കിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. ആൾത്തിരക്ക് മൂലം എൻ്റെ സഹോദരിയും കണ്ടില്ല. അവളെ തിരക്കിനിടയിൽ എവിടെയോ ആയിരുന്നു. ഞാനിത് എങ്ങനെ ചൊല്ലുമെന്നറിയാതെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. ഉടനെ തന്നെ എനിക്ക് പുസ്തകത്തിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പോലെ ഓരോ വാക്കുകളായി, പുസ്തകത്തിലുള്ള മറ്റു വാക്കുകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ വായിക്കുന്ന വാക്കുകൾ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വലിയ അക്ഷരത്തിൽ കാണാൻ പറ്റി. ഞാനത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് കണ്ണിന് ചെറിയൊരു വെള്ളെഴുത്തിൻ്റെ പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വേറെ തലവേദനയും അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി. അതുപോലെ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യം, ഞാനൊരു സ്ഥലം വാങ്ങിച്ചു. 2018 വാങ്ങിച്ച സ്ഥലമാണ്. അത് വഴിയില്ലാത്ത സ്ഥലമാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, വഴിയില്ലാത്ത സ്ഥലം നീ എന്തിനാണ് മേടിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചു. എൻ്റെ കയ്യിലുള്ള പൈസയ്ക്കല്ലേ എനിക്ക് വാങ്ങാൻ പറ്റൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്, വഴിയുള്ള സ്ഥലം വാങ്ങാനുള്ള പൈസ നിനക്കില്ല, നീ സ്ഥലം വാങ്ങിയതിന് ശേഷം നിനക്ക് വഴി ലഭിക്കുമെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണയുണ്ടായി. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്ന നിയോഗം അതാണ്. ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ എനിക്ക് വഴി ലഭിച്ചു. 2019 ജൂൺ മാസം 5-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അടുത്ത ജൂലൈയിൽ തന്നെ വഴി ലഭിച്ചു. അതിനുശേഷം അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ വെളുപ്പിനെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ നീലത്തിരിയുടെ വെളിച്ചത്തിൽ എനിക്ക് കത്തിജ്വലിക്കുന്നൊരു പ്രകാശമാണ് മാതാവിനെ കാണാൻ പറ്റിയത്. മാതാവ് നല്ല ചിരിച്ച് നല്ല മുഖപ്രസാദത്തോടു കൂടി വളരെ സുന്ദരിയായി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ മാതാവിനെ നോക്കി വളരെ ഇതായിട്ട് ഞാനും നിന്നു. മാതാവിനെ നോക്കി ചിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും സംസാരിച്ചില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു, മാതാവ് സ്വർണം പോലെ വെട്ടിത്തുളങ്ങിയാണ്. എൻ്റെ മാതാവ് എത്ര സുന്ദരിയാണ്. എൻ്റെ മാതാവിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ. എൻ്റെ മാതാവ് എൻ്റെ ഭവനത്തിൽ വന്നല്ലോ എന്ന് വിചാരിച്ചു. എന്താണ് എനിക്കെന്ത് മാതാവിനോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചത് മാത്രമേ ഉള്ളൂ. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കിണറ്റിൽ ജനുവരി മാസം മുതൽ വെള്ളം വറ്റിപ്പോകും. അതിനുശേഷം ഞങ്ങൾ വെള്ളം വാങ്ങിക്കുകയാണ്. വണ്ടി വെള്ളം അവർ അടിച്ചിടുകയാണ് ചെയ്യാറ്. 3-4 വീട്ടുകാർ അവിടെ നിന്ന് കുടിക്കാൻ വെള്ളം കോരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു, ഉടമ്പടി എടുത്ത് നമ്മളുടെ കിണറ്റിൽ വെള്ളം ഇല്ലാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ദൈവം തരുന്ന വെള്ളം എന്തിനാ കാശ് കൊടുത്ത് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് മാതാവിൻ്റെ കാശ് രൂപ ഉടമ്പടി വസ്തുക്കളും കിണറ്റിലിടാം. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കാശ് രൂപ ഇട്ട് കഴിഞ്ഞാൽ കിണർ തേകുന്ന സമയത്ത് ചേറിനകത്ത് അങ്ങനെ കോരി കളഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കൊന്തയിൽ കോർത്തിടാമെന്ന് പറഞ്ഞു. ഒരു കൊന്തയിൽ കാശ് രൂപവും ഉപ്പും തൈലവും കൂടി ഞങ്ങൾ കിണറ്റിലേക്കിട്ടു. കിണറ്റിലിട്ട് ഉടനെ ഈ ചുഴിയിലൊക്കെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് പോലെ, തിരയടിക്കുന്നത് പോലെ 1 മണിക്കൂർ നേരം കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉയർന്ന് നിന്നു. അത് 1 മണിക്കൂർ നേരം അങ്ങനെ ഉയരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് വെള്ളം വാങ്ങേണ്ടി വന്നിട്ടില്ല. വെള്ളം കിണറ്റിൽ ആ അളവിൽ നിന്ന് താഴേക്ക് പോയിട്ടുമില്ല. എനിക്ക് 3 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. അതിന് ചുറ്റും ഞാനുമായിട്ട് വലിയ സഹകരണമില്ലാത്ത ആളുകളാണ്. എനിക്ക് ഭർത്താവില്ല, മോനും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിരുന്നതിൻ്റെ പേരിൽ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയും വിറ്റ് മാറണമെന്നുള്ള കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാനൊരു മരുഭൂമിയിൽ കഴിയുന്നത് പോലെയാണ് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നത്. വളരെയേറെ വിഷമതകളും വേദനകളും എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ മൂലം എനിക്കതിൻ്റെ പേരിൽ എൻ്റെ മാതാവ് എനിക്ക് ആ വീട് വിറ്റ് അവിടെ നിന്ന് മാറുന്നതിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഒരു ഗവൺമെൻറ് കോളേജ് അധ്യാപകനായിരുന്നു. 2010 റിട്ടയർ ചെയ്തു. 2005 മുതൽ എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. വലിയ
ടോയ്ലറ്റിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയി താൽക്കാലിക ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. 2018 ഡിസംബറിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ അത് കേട്ട് വിശ്വസിച്ച് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ടിക്കറ്റ്, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്നേരം തൊട്ട് പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രയാസം കുറഞ്ഞു വന്നു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 3-ാം ദിവസം, അതായത് 10-ാം തീയതി 2018 ഡിസംബർ 10 ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. ഞാൻ പോയി പരിപൂർണമായിട്ടുള്ള സൗഖ്യം നിന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് 3 വർഷമായി. എനിക്കത് പിന്നെ യാതൊരു വിഷമവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അമ്മ മാതാവ് വഴി ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ആ സമയത്ത് തന്നെ ഞാനിവിടെ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ എൻ്റെ 2ാമത്തെ മകൻ MSc പാസ്സായിരിക്കുകയായിരുന്നു, ഡോക്ടറാണ്. അവനൊരു ജോലി കിട്ടണം. അവന് തിരുവനന്തപുരം മാറിയോനീസ് കോളേജിൽ തന്നെ 3 മാസത്തിനകം അധ്യാപകൻ്റെ ജോലി കിട്ടി. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതോടുകൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യം, എൻ്റെ മൂത്ത മകൻ അമേരിക്കയിൽ 5-6 വർഷമായിട്ട് അമേരിക്കയിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ജോലിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ എത്തുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മോനെ നീ ഓൺലൈനിൽ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിക്കുക, കൃപാസനത്തിൽ മാതാവ് സഹായിക്കും. അപ്പോൾ അവന് ജോലി ഒരു 2 വർഷം മുമ്പ് ആ ജോലിയിൽ നിന്ന് അന്ന് ജോലി ചെയ്തിരുന്ന ജോലി മാറാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു. പിന്നെ വലിയ തടസ്സങ്ങളുണ്ടായി, വിസ കിട്ടുന്നതിലൊക്കെ തടസ്സങ്ങളുണ്ടായി. അതിലും അവർ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയാക്കി കൊടുത്തു. ഇപ്പം നല്ല സന്തോഷമായിട്ട് അവർ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് 4ാമത്തെ കുട്ടി ഉണ്ടാകുന്നത്. സ്റ്റീഫാൻ എന്ന് പറഞ്ഞ മോൻ ഇപ്പോൾ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ. അവന് ചില ഫിറ്റ്സിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും അവർ മാതാവിൻ്റെ അടുത്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം മാതാവ് അവൻ്റെ രോഗമെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞായതുകൊണ്ട് രോഗം പരിപൂർണമായിട്ടും മാറിയെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അവനിപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. അമ്മ മാതാവ് വഴിയായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവ് വഴി കർത്താവായ ഈശോ മിശിഹായ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധമാനവരാരും നന്ദി പറയാം. ഞാൻ നീലഗിരി ഗൂഡല്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഡെയ്സി. എൻ്റെ ഇടവക അരുൾനിലയം ദേവാലയം. എനിക്ക് 30 വർഷങ്ങളായി വീടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം യൂട്യൂബിലെ പ്രാർത്ഥന, അത് ജോസഫ് മച്ചൻ്റെ പ്രാർത്ഥനയും ധ്യാനവും കൂടി സ്ഥിരമായി പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു. വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കിട്ടി. വീട് വെച്ചു. വീട് വയ്ക്കാൻ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. പിന്നെ 5 വർഷമായിട്ട് നടുവിനൊരു വേദന ഉണ്ടായിരുന്നു. കുറേ ആസ്പത്രികളിൽ കൂടെ പോയി മരുന്നുകളൊക്കെ വാങ്ങി എന്നിട്ട് സുഖമായിട്ടില്ലായിരുന്നു. അത് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ ഒരു പരിചയക്കാരനൊരു കൊച്ചു വന്ന് 10 ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു 8 പവൻ്റെ സ്വർണ്ണവും 1 ലക്ഷം രൂപയും കടമായിട്ട് മേടിച്ചതാണ്, വായ്പ മേടിച്ചതാണ്. 7 മാസമായിട്ടും അവൻ ആ സ്വർണവും പൈസയും തിരിച്ച് തരുകയില്ല. തരുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ സ്വർണവും പൈസയും തിരിച്ചു കിട്ടി. വീടിൻ്റെ പണി പൂർത്തിയായി. കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി ഞങ്ങൾ വീട് വെഞ്ചിരിപ്പായിരുന്നു. അതല്ലാതാണ്ട് ഞങ്ങളുടെ മോന് ഒരു ജോലി ഇല്ലാതാണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. അവന് ജോലി ഓൺലൈനിലായാലും ഒരു ജോലി കിട്ടി. മാതാവും ഈശോയും ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ക്ലെമൻറ്റീന. ഞാൻ മുണ്ടംവേലി തൊപ്പുംപടിയുടെ അടുത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ അനുഗ്രഹത്താൽ
കുറേ അധികം ഉടമ്പടി എടുത്ത് ഉടമ്പടി ഒരു ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ എടുക്കുന്ന ഉടമ്പടിക്ക് ശരിക്കും ഓരോരോ അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല നല്ല അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മാധ്യത സഹായത്താൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും വലുത് എൻ്റെ ഇളയ മകൾ CA ഫൈനൽ നല്ല മാർക്കോടി പാസ്സായി. ശരിക്കും മോളും നല്ലപോലെ പഠിക്കണം. പക്ഷേ അയാൾ സ്വന്തമായിട്ട് പഠിച്ച് നേടുന്നുള്ള ആ ഒരു ഇതും മനോഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ അയാൾക്ക് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് ലഭിച്ചതെന്നുള്ളൊരു ഒരു മനസ്സും അയാൾക്ക് വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ മാധ്യസഹായം കൊണ്ട് മാത്രമാണ് അയാൾക്കത് ഈ CA ഫൈനൽ യാതൊരു തടസ്സം കൂടാതെ പാസ്സാകാൻ അനുഗ്രഹിച്ചത്.